ഇന്ന് നമുക്ക് തമിഴിലെ ഏറ്റവും പുതുതായിട്ട് റിലീസായ യൂത്ത് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നായകനായ പ്രവീണിന്റെ അമ്മയാണ് കാണിക്കുന്നത്. പ്രവീൺ 10ാം ക്ലാസ്സിൽ പഠിക്കുക. പ്രവീണിന്റെ റിസൾട്ട് വരുന്ന ദിവസം അമ്മ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥനയോട് പ്രാർത്ഥന. തന്റെ മകൻ എങ്ങനെയെങ്കിലും പാസ്സാവണേ എന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നതും. പ്രാർത്ഥിച്ചതിന് ശേഷം പൂജിച്ച നാരങ്ങയാണെങ്കിലോ പിഴിഞ്ഞുകൊണ്ട് മകന് കൊണ്ടുവന്ന് കൊടുക്കുവാനായി നോക്കുന്നു. എന്നാൽ മകനായ പ്രവീണാണെങ്കിലോ അത് കുടിക്കുവാനേ കൂട്ടാക്കുന്നില്ല. എനിക്ക് വേണ്ട, അച്ഛനെങ്ങാനും കൊണ്ട് കൊടുക്കാനായിട്ടാണ് പ്രവീൺ പറയുന്നത്. ഉടനെ തന്നെ അമ്മ പൂജിച്ച നാരങ്ങയുടെ ജ്യൂസ് കളയണ്ടല്ലോ എന്ന് കരുതി അച്ഛന് കൊടുക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച് നാരങ്ങ ജ്യൂസ് കൊടുക്കുന്നതിന്റെ ദേഷ്യമായിരുന്നു അച്ഛനുണ്ടായിരുന്നതും. നമ്മുടെ മകൻ കുടിക്കുന്നില്ല, പൂജിച്ച നാരങ്ങ അതിന്റെ ജ്യൂസ് കളയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് അമ്മ പറയുമ്പോൾ, അവനേ ഈ വീട്ടിൽ വേസ്റ്റ്, അവൻ കുടിക്കാത്തത് എനിക്ക് തരാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛനമ്മയെ വഴക്ക് പറഞ്ഞാണ് ഓടിക്കുന്നത്. അന്നേ ദിവസം റിസൾട്ട് വരികയാണല്ലോ. അമ്മ തന്റെ മകന്റെ ഹാൾ ടിക്കറ്റും കൊണ്ട് നേരെ റിസൾട്ട് നോക്കുവാനായും പോകുന്നു. അങ്ങനെ റിസൾട്ടിന്റെ പ്രിന്റ് ഔട്ടും കിട്ടിയിരിക്കുകയാണ്. പേടിച്ചാണ് അമ്മ റിസൾട്ട് നോക്കുന്നത്. എന്നിട്ട് ആർത്ത് വിളിക്കുകയാ, കാരണം അവൻ പാസ്സായിരിക്കുന്നു. പക്ഷേ പാസ്സായത് ജസ്റ്റ് പാസ്സാണ്. എല്ലാം 35, 36 അങ്ങനെയൊക്കെയാണ് അവന്റെ മാർക്ക്. പക്ഷേ നമ്മുടെ പ്രവീണിനാണെങ്കിലോ വലിയ കുലുക്കമൊന്നുമില്ല. അവൻ ജയിക്കൂല എന്ന് തന്നെ അവൻ കരുതിയിരുന്നതാ. എന്നാൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവൻ ജയിച്ചിരിക്കുകയാണ്. ഈ പ്രവീണിന്റെ അച്ഛന് ഒരു ബിസിനസ്സുകാരനാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പഠിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ ബേക്കറി കട നടത്തുകയാ. അമ്മ പ്രവീണിനെയും കൂട്ടി നേരെ ബേക്കറിയിലേക്ക് എത്തുന്നു. മകൻ പാസ്സായി അവനെ IAS ഓഫീസർ ആക്കണമെന്നൊക്കെ അമ്മ പറയുമ്പോഴോ അവൻ എത്രയാ മാർക്കെന്നും അച്ഛൻ ചോദിക്കുന്നു. ഏകദേശം ഒരു 700 മാർക്ക് വരുമെന്നുള്ള കാര്യം അമ്മ പറയുമ്പോൾ, അവൻ ജസ്റ്റ് പാസ്സല്ലേ, 35, 36 അതൊക്കെ ആയിരിക്കൂലേ അവൻ ഓരോ വിഷയത്തിനും കിട്ടിയത്. ഇങ്ങനെയുള്ള അവന് ഇനി +1 എവിടെ അഡ്മിഷൻ കിട്ടാനാ, അവന് നീ ഇനി IAS ഓഫീസർ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വഴക്ക് പറയുന്നു. പ്രവീൺ ഒട്ടും പഠിക്കില്ല എന്നുള്ള കാര്യം അച്ഛന് നന്നായിട്ട് അറിയാവുന്നതാ. എന്നാൽ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും തന്റെ മകനെ നല്ല സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അമ്മ തന്റെ സ്വർണമെല്ലാം വിറ്റതിനു ശേഷം നേരെ അവൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ചെല്ലുന്നു. തന്റെ മകന് എങ്ങനെയെങ്കിലും അഡ്മിഷൻ തരണമെന്നും സ്കൂളിൽ പറയുമ്പോഴോ, ഇത്രയും നാള് ഇവനെ പഠിപ്പിച്ചതേ കഷ്ടപ്പെട്ട്, ഇവനിവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ, ഇനി ഇവനെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ പ്രിൻസിപ്പാൾ ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ അമ്മയാണെങ്കിൽ ഒരു വിഷക്കുപ്പിയെടുത്ത് പ്രിൻസിപ്പാളിന്റെ മുന്നിലേക്ക് വെച്ചിട്ട് ആ ഒരു വിഷക്കുപ്പി വെച്ച് പ്രിൻസിപ്പാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. ഒടുവിൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ച് പ്രിൻസിപ്പാൾ അവന് സീറ്റ് കൊടുക്കുവാനായി തീരുമാനിക്കുകയാണ്. സ്കൂളിന് മുഴുവൻ തലവേദനയാണ് ഈ പ്രവീൺ. എന്നാലും അവൻ കഷ്ടപ്പെട്ട് +1ലേക്കും പ്രവേശിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനാണ് പ്രവീൺ. എങ്ങനെയെങ്കിലും അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനെ ഒരു IAS ഓഫീസർ ആക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ അച്ഛനത്ര പ്രതീക്ഷയൊന്നുമില്ല. എന്നാൽ ഈ പ്രവീണിനോ പഠിക്കുന്നതിനോട് ഒട്ടും താല്പര്യമേ ഇല്ല. അവൻ സ്കൂളിൽ പഠിക്കാൻ വരുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്തെന്നാൽ സ്കൂളിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം, എന്നിട്ട് വലുതാകുമ്പോൾ ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം. ഓരോരുത്തരൊക്കെ സ്കൂൾ കാലഘട്ടം മുതൽ പ്രണയിച്ചിട്ട് വലുതാകുമ്പോൾ വിവാഹം കഴിക്കില്ലേ, അതുപോലെ തന്റെ ലൈഫിൽ നടക്കണമെന്നാണ് പ്രവീണിന്റെ ആഗ്രഹം. അല്ലാതെ അമ്മ ആഗ്രഹിക്കും പോലെ IAS ഓഫീസർ ആകണമെന്നൊന്നും അവനില്ല. ഈ ഒരു കാര്യമൊന്നും അവന്റെ അമ്മയ്ക്കും അറിയത്തില്ല. അങ്ങനെ +1ലേക്ക് കടന്നിരിക്കുകയാണ് പ്രവീൺ. സ്കൂളിലെത്തുമ്പോഴോ അവനൊരു ഗ്യാങ് ഫ്രണ്ട്സ് തന്നെയുണ്ട്. അവനെ പോലെ തന്നെയാണ് അവന്റെ ഗ്യാങ്ങിലുള്ള കൂട്ടുകാരെല്ലാവരും. ഇവന്മാരൊക്കെ രാവിലെ സ്കൂളിലേക്ക് എത്തുന്നത് തന്നെ പെൺകുട്ടികളെ സൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവീൺ എപ്പോഴും ചിന്തിക്കുന്നത്, നടന്നു വരുമ്പോൾ കാണുന്ന പെൺകുട്ടികളെല്ലാം അവനെ നോക്കുന്നു, അവനെ സൈറ്റ് അടിക്കുന്നു. ദേ ബസ്സിലിരിക്കുന്ന പെൺകുട്ടി തന്നെ നോക്കുന്നു, കടയിലുള്ള പെൺകുട്ടി തന്നെ നോക്കുന്നു, നടന്നു പോകുന്ന പെൺകുട്ടികൾ എല്ലാവരും തന്നെ നോക്കുന്നു എന്നാണ് പ്രവീൺ കരുതുന്നത്. അങ്ങനെ ഒരു മിഥ്യാലോകത്താണ് അവൻ ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവൻ നോക്കുന്നത് കൊണ്ട് പെൺകുട്ടികൾ എല്ലാവരും ഇവനെ ഉഴപ്പിച്ചാണ് നോക്കുന്നതെന്ന് കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂട്ടുകാർ നേരെ അവനെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിലെത്തിയാലും പഠിപ്പിക്കുന്ന സാറന്മാർക്ക് വരെ ഈ ഒരു ഗ്യാങ് വലിയ തലവേദനയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഗ്യാങ്ങിനെ എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്നും സാറന്മാർ വെളിയിലാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം പുറത്തു നിൽക്കുന്ന സമയത്ത് അടുത്ത ക്ലാസ്സിലുള്ള പ്രതീക്ഷ എന്ന പെൺകുട്ടിയെയും ടീച്ചർ പുറത്താക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പ്രതീക്ഷയെ കാണുന്ന പ്രവീണിന് തന്റെ അതേ വൈബിലുള്ള കുട്ടിയാണല്ലോ ഈ കുട്ടി, അപ്പോൾ ഇവളെ അങ്ങ് വളച്ചാലോ എന്ന് അവളോട് ചെറിയൊരു ക്രഷൊക്കെ പ്രവീണിന് തോന്നുന്നു. കാരണം എല്ലാ ദിവസവും ഇവന്മാരൊക്കെ വെളിയിൽ നിൽക്കും.
അതുപോലെ എല്ലാ ദിവസവും ഈ പ്രതീക്ഷയും വെളിയിൽ നിൽക്കുകയാണ്. പ്രതീക്ഷയെ എല്ലാ ദിവസവും ടീച്ചർ വെളിയിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ കാരണം എന്താണെന്ന് പ്രവീൺ അന്വേഷിക്കുന്നു. ക്ലാസ്സിലിരുന്ന് സ്നാക്സ് കഴിച്ചതിനാണ് ടീച്ചർ അവളെ പുറത്താക്കുന്നത്. എത്ര കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അവൾക്ക് ആ ഒരു സ്വഭാവം കൺട്രോൾ ചെയ്യാനേ കഴിയുന്നില്ല. എല്ലാ ദിവസവും ക്ലാസ്സിലിരുന്ന് അവൾ കഴിക്കും, ടീച്ചർ പിടിച്ച് പുറത്താക്കും. അതാണ് നടക്കുന്നത്. അത് കേട്ട് പ്രവീണിന് ചിരി വരികയാണ് ചെയ്യുന്നത്. പ്രവീണിന് പ്രതീക്ഷയെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ പ്രവീണാണെങ്കിലോ അവളെ കൂട്ടിക്കൊണ്ടുപോയി പപ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവന്റെ അച്ഛന് ബേക്കറി ഉള്ളത് കൊണ്ട് തന്നെ ദിവസവും അവൾക്ക് കഴിക്കുവാനായിട്ട് ഓരോന്നൊക്കെ അവൻ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും റിലേഷൻഷിപ്പിലും ആവുകയാണ്. അവരുടെ പ്രണയം ഒരു വശത്തു കൂടി നല്ല രീതിക്ക് മുന്നോട്ട് പോകെ ഒരു ദിവസം പ്രതീക്ഷ പ്രവീണിനടുത്ത് എത്തിയിട്ട്, ഒരാഴ്ച ഞാൻ എന്തായാലും സ്കൂളിൽ വരില്ല, എന്റെ മുത്തശ്ശിക്ക് സുഖമില്ലാതെ കിടക്കുക, വീട്ടിലെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഒരാഴ്ച നീ ഹാപ്പിയായിട്ട് നിൽക്കണേ, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ പോകുന്നു. പ്രവീണിനും നല്ല സങ്കടമായി. അങ്ങനെ അടുത്ത ദിവസം മുതൽ പ്രതീക്ഷ സ്കൂളിൽ വരുന്നില്ല. എന്നാൽ അതേ സമയമായിരുന്നു പ്രവീണിന് ഫേസ്ബുക്കിൽ സോനാൽ എന്നൊരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വരുന്നതും. പ്രവീൺ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ആദ്യമായിട്ടാണ് പ്രവീണിന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്നത്. അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു പ്രവീൺ. പ്രവീൺ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതും പ്രവീണിന് തുരുതുരാ മെസ്സേജ് വരുന്നു. ഞാൻ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, ഞാൻ പ്രവീണിനെ എന്നും ഫോളോ ചെയ്യാറുണ്ട്, എനിക്ക് പ്രവീണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അത് കേട്ട് പ്രവീണാണെങ്കിലോ ഇനി വല്ല ഫേക്ക് ഐ ഡി വല്ലതുമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ നമ്മുടെ സ്കൂളിലുള്ള ക്യാൻറ്റീനിലേക്ക് വരണമെന്നും അവൻ പറയുന്നു. അടുത്ത ദിവസമായപ്പോഴോ ക്യാൻറ്റീനിലേക്ക് സോണാൽ എത്തുകയാണ്. സോണാലിനെ കണ്ടതും അവൻ ഫ്ലാറ്റായി പോകുന്നു. കാരണം അത്രയ്ക്ക് സുന്ദരിയായിരുന്നു സോണാൽ. എന്നാൽ സോണാലാണെങ്കിലോ അവനടുത്തേക്ക് വന്ന് അവനോട് ഒരുപാട് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയും ഇഷ്ടമുള്ളതുപോലെയാണ് പെരുമാറുന്നത്. എന്നാൽ പ്രവീൺ പ്രതീക്ഷയെ പ്രണയിക്കുന്നത് കൊണ്ട് തന്നെ സോണാലിനെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. എന്നാൽ സോണാലാണെങ്കിലോ പ്രവീണിനെ ഒരു കാമുകനെ പോലെയാണ് കാണുന്നതും പെരുമാറുന്നതും. അവസാനം സോണാലിന്റെ പ്രണയത്തിൽ പ്രവീൺ വീണു പോവുകയാണ്. ഒരേ സമയം അവൻ രണ്ടുപേരെ പ്രണയിക്കുന്നു. ഒരാൾ നാട്ടിൽ പോയ ഗ്യാപ്പില് മറ്റൊരാളെ അവൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അത്ര ഇഷ്ടമായതേയില്ല. അവൻ ഉടനെ തന്നെ പ്രവീണിനടുത്ത് വന്നിട്ട്, നീ എന്തായി കാണിക്കുന്നത്, ഒരേ സമയം രണ്ടുപേരെ പ്രണയിക്കുന്നു, നിന്റെ കാമുകി പ്രതീക്ഷയല്ലേ, അവൾ നാട്ടിൽ പോയിരിക്കുന്ന ഗ്യാപ്പില് സോണാലിനെ പ്രണയിക്കുന്നത് തെറ്റല്ലേ, നീ ഒരു കോഴിയാണോ എന്ന മട്ടിലാണ് കൂട്ടുകാരൻ അവനോട് ചോദിക്കുന്നത്. അത് പ്രവീണിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. പ്രവീൺ പറയുന്നത്, ഇതുവരെയും ഒരു പെൺകുട്ടിയും എൻ്റെ അടുത്ത് വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, ആരോടും എനിക്ക് നോ പറയാനും കഴിയത്തില്ല, എന്നെ ആരും നോക്കാത്തതിന്റെ വിഷമമൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണ് അവൻ പറയുന്നതും. അവനവന്റെ സങ്കടമൊക്കെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം അവരുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൽ പ്രവീണിന്റെയും കൂട്ടുകാരുടെയും ഡാൻസും ഉണ്ടായിരുന്നു. ഒരാഴ്ച നാട്ടിലേക്ക് പോയിരുന്ന പ്രതീക്ഷ പ്രവീണിന്റെ ഡാൻസ് കാണുവാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് തിരിച്ചു വരും. പ്രവീണാണെങ്കിലോ ഞെട്ടിപ്പോവുകയാണ്. ഒരാഴ്ചത്തേക്ക് പോയിരുന്ന പ്രതീക്ഷ പെട്ടെന്ന് എത്തിയത് കൊണ്ട് തന്നെ പ്രവീൺ അവളോട് പോയി സംസാരിക്കുന്നു. നിന്റെ ഡാൻസ് ഉള്ളത് കൊണ്ടാ ഞാൻ നേരത്തെ വന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നീ നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്നൊക്കെ പ്രതീക്ഷ അവനോട് പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു സോണാൽ അവിടേക്ക് വരുന്നത്. സോണാൽ അവിടെ നിന്ന് പ്രവീണിനെ വിളിക്കും. ഇതാരാ എന്ന് പ്രതീക്ഷ ചോദിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ടാണെന്നും പ്രവീൺ പറയുന്നു. ഫ്രണ്ടല്ലേ, നീ പോയി സംസാരിച്ചിട്ട് വാ എന്ന് പ്രതീക്ഷ പ്രവീണിനോട് പറയുന്നു. അങ്ങനെ സോണാലിനടുത്ത് പോയി സംസാരിക്കുകയാണ് പ്രവീൺ. സോണാലാണെങ്കിലോ അവന്റെ ഡാൻസിനെ ഒരുപാട് പുകഴ്ത്തിയാണ് സംസാരിക്കുന്നതും. അതേസമയം പ്രതീക്ഷയ്ക്കടുത്തേക്ക് അവളുടെ രണ്ട് ഫ്രണ്ട്സ് വരും. രണ്ട് കൂട്ടുകാരികളും പ്രതീക്ഷയോട്, ദേ നീ നോക്ക്, അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്കെന്തോ അത് ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നൊന്നും തോന്നില്ല, രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ചല്ലേ സംസാരിക്കുന്നത്, നീ സൂക്ഷിച്ചോ, ഇവൻ നിന്നെ കളഞ്ഞിട്ട് അവളെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ട് കൂട്ടുകാരികളും എരിയേറ്റി കൊടുക്കുകയാണ്. ഏകദേശം എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ആ കൂട്ടുകാരികളുടെ പെരുമാറ്റവും. അത് കേട്ട് പ്രതീക്ഷ വല്ലാതെ ടെൻഷനാകുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുന്ന പ്രവീണിനടുത്തേക്ക് പ്രതീക്ഷ എത്തിയിട്ട്, നീ അവളോട് മിണ്ടുന്നതും സംസാരിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, ഇനി അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ ഇറങ്ങിപ്പോകുന്നു. പ്രതീക്ഷ വന്ന് തന്നോട് അങ്ങനെ പറഞ്ഞത് കേട്ട് പ്രവീണിന് ആകെ കുറ്റബോധം. കാരണം പ്രതീക്ഷ തന്നിൽ വല്ലാതെ പൊസസീവ് ആവുന്നു എന്നുള്ള കാര്യം പ്രവീണിന് മനസ്സിലായി. അവളുടെ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ താൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നും പ്രവീൺ ചിന്തിക്കുന്നു. കൂട്ടുകാരനും അവനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, സോണാലിനെ നീ ഇന്ന് തന്നെ കാണണം, എന്നിട്ട് അവളോട് നിനക്ക് അവളെ ഇഷ്ടമല്ല എന്നും നീ പ്രതീക്ഷയെ പ്രണയിക്കുകയാണെന്നുമുള്ള കാര്യം നീ തുറന്നു പറയണമെന്നും കൂട്ടുകാരൻ അവനെ ഉപദേശിക്കുന്നു. കൂട്ടുകാരൻ പറയുന്നത് ശരിയാണെന്നും പ്രവീൺ ചിന്തിക്കുകയാണ്. അന്ന് രാത്രി തന്നെ കൂട്ടുകാരും പ്രവീണും ചേർന്ന് സോണാലിനെ കാണുവാനായിട്ട് പോകുന്നു. സോണാലിനടുത്തേക്ക് എത്തിയ പ്രവീണാണെങ്കിൽ, ഞാൻ പ്രതീക്ഷയാണ് പ്രണയിക്കുന്നത്, ഇനി മുതൽ നമുക്ക് കാണണ്ട സംസാരിക്കണ്ട എന്നൊക്കെയുള്ള കാര്യം സോണാലിനോട് പറയുന്നു. പ്രവീൺ പറയുന്നത് കേട്ട സോണാൽ, നീ ഈ പറഞ്ഞ കാര്യം എന്റെ കണ്ണിൽ നോക്കി പറയുവാനായിട്ടും പറയും. പക്ഷേ അത് പ്രവീണിന് കഴിഞ്ഞില്ല. ഉടനെ തന്നെ സോണാലാണെങ്കിൽ പ്രവീണിനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രവീണിനും തന്റെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല.
അവനും അവളെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് രണ്ടുപേർ നടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, പ്രതീക്ഷയുടെ രണ്ട് കൂട്ടുകാരികളായിരുന്നു. കൈയുമടിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും വരുന്നത്. പ്രതീക്ഷ, നിനക്ക് മനസ്സിലായില്ലേ ഇവൻ എങ്ങനെയുള്ള ആളാണെന്ന് അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്താണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റൊരു വശത്ത് പ്രതീക്ഷ നിൽക്കുന്നതായിട്ടും പ്രവീൺ കാണുന്നത്. പ്രതീക്ഷയാണെങ്കിലോ ആകെ തകർന്നു പോവുകയാണ്. പ്രതീക്ഷയ്ക്കടുത്തേക്ക് ഓടിയെത്തുന്ന പ്രവീണിനോട് പ്രതീക്ഷ പറയുന്നത്, പല തവണയായിട്ട് എൻ്റെ കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞിരുന്നു നീ ആള് ശരിയല്ല എന്നുള്ളത്. പക്ഷേ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ നിന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അവർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നീ ഇപ്പോൾ തെളിയിച്ചല്ലോ എന്ന് പ്രതീക്ഷ പറയുമ്പോൾ, ഇതൊന്നും വിശ്വസിക്കരുത്. എനിക്ക് യഥാർത്ഥത്തിൽ സോണാലിനോട് പ്രണയമൊന്നുമില്ല. അവൾ എൻ്റെ വെറും ഫ്രണ്ട് മാത്രമാണെന്നും പ്രവീൺ പറയുന്നു. എന്നാൽ അത് കേട്ട് പ്രതീക്ഷ പറയുന്നത്, നീ വെറും കോഴിയാണ് എന്നുള്ള മട്ടിലാണ് അവനോട് സംസാരിക്കുന്നതും. അവനത് അത്ര ഇഷ്ടമായതേയില്ല. ദേഷ്യം വന്ന പ്രവീണാണെങ്കിൽ, ഇതുവരെയും ഞാൻ സോണാലിനോട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞിട്ടേയില്ല. കാരണം ഞാൻ നിന്നെയാണ് പ്രണയിച്ചിരുന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ്. എന്നാൽ ആ നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. എന്നോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സോണാലിനെ ഞാൻ പ്രപ്പോസ് ചെയ്യുവാനായി പോവുകയാണെന്ന് പറഞ്ഞ് പ്രവീണാണെങ്കിലോ അവളെ പ്രപ്പോസ് ചെയ്യുവാനായി തിരിയുന്ന സമയത്തായിരുന്നു കഥയിൽ മറ്റൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിൽ സോണാലിനെ ഏർപ്പാടാക്കിയത് പ്രതീക്ഷയുടെ രണ്ട് കൂട്ടുകാരികളാണ്. കാരണം അവൻ വെറും കോഴിയാണെന്നുള്ള കാര്യം പ്രതീക്ഷയുടെ രണ്ട് കൂട്ടുകാരികൾക്ക് നന്നായിട്ട് അറിയാം. ഒരാഴ്ച പ്രതീക്ഷ നാട്ടിൽ പോയപ്പോൾ പ്രവീണിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പ്രതീക്ഷ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൊരുക്കിയ ഒരു പണിയായിരുന്നു അത്. അതൊന്നും മനസ്സിലാകാതെ അവരുടെ ചതിയിൽ വന്ന് പ്രവീൺ വീണു പോവുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷയാണെങ്കിലോ അവരിട്ടൊരെണ്ണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് അന്ന് ബേക്കറിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്ന അച്ഛൻ അവിടേക്ക് എത്തുന്നു. അച്ഛൻ ഈ ഒരു കാഴ്ച കണ്ടതും പ്രവീൺ വല്ലാതെ പേടിക്കുവാനായും തുടങ്ങി. അമ്മ ഇത് വല്ലതും അറിയുമോ എന്ന ടെൻഷനായിരുന്നു സത്യത്തിൽ പ്രവീണിനുണ്ടായിരുന്നത്. എന്നാൽ അച്ഛൻ ചെയ്തതോ അമ്മയോടൊന്നും പറഞ്ഞില്ല. പകരം അമ്മയോടത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അവനെ കൊണ്ട് ഓരോ ജോലികളും ചെയ്യിപ്പിക്കുകയാണ്. ബൈക്ക് തുടപ്പിക്കുന്നു, കടയിൽ കൊണ്ടുപോയി ജോലി ചെയ്യുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവനോട് പെരുമാറിക്കൊണ്ടേയിരുന്നതും. അമ്മയോടത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവനതെല്ലാം സഹിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൻ ക്ലാസ്സിലേക്കും എത്തുന്നുണ്ട്. ഒരു ദിവസം സ്കൂളിൽ നിന്നും എല്ലാവരും ആലപ്പുഴയിലേക്കും ട്രിപ്പ് പോവുകയാ. തനിക്കിട്ട് ഈ ഒരു പണി തന്ന സോണാലിനിട്ട് തിരിച്ച് പണി കൊടുക്കണമെന്നും പ്രവീൺ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു. ആലപ്പുഴയിലേക്ക് ട്രിപ്പിനെത്തിയ സമയത്ത് കൂട്ടുകാരെല്ലാവരും ചേർന്ന് സോണാലിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. അതൊന്നും താങ്ങാനാകാതെ സോണാൽ പോയിരുന്ന് കരയുന്നു. എന്നാൽ ഇതെല്ലാം അവരുടെ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്ന ഒരു ബുദ്ധിജീവി പെൺകുട്ടിയുണ്ട്, കനക. കനക കണ്ടുകൊണ്ടുവരുന്നു. സോണാലിനോട് എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ അവൾ നടന്ന കാര്യമെല്ലാം കനകയോട് പറയും. കുട്ടികൾ എല്ലാവരും ചേർന്ന് അവളെ ടോർച്ചർ ചെയ്യുന്നത് കൊണ്ട് കനക നേരെ എത്തുന്നത് പ്രവീണിനടുത്തേക്കാണ്. പ്രവീണാണല്ലോ ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. പ്രവീണിനടുത്തെത്തി അവൾ വല്ലാതെ ചൂടായി സംസാരിക്കുന്നു. ക്ലാസ്സിലൊരു പൂച്ചയെ പോലെ ഇരിക്കുന്ന കനക ഇവിടെ വന്നിട്ട് പുലിയെ പോലെ പെരുമാറിയത് കണ്ട് അവനാകെ ദേഷ്യം. സ്കൂളിൽ ചെന്നിട്ട് കനകയ്ക്കിട്ടൊരു പണി കൊടുക്കണമെന്നും പ്രവീണും കൂട്ടരും തീരുമാനിക്കുന്നു. അങ്ങനെ സ്കൂളിലെത്തിയപ്പോഴോ കനകയാണെങ്കിൽ പതിവ് പോലെ ക്ലാസ്സിലേക്ക് എത്തിയതും തന്റെ വീട്ടിൽ നിന്നും ഒരു ആൽബം കൊണ്ടുവന്നിരുന്നു. പഴയ ആൽബമൊക്കെ കൂട്ടുകാരികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീൺ ശ്രദ്ധിക്കും. പ്രവീണാണെങ്കിൽ എന്താ അവർ ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് എത്തുമ്പോഴോ അതിൽ കനകയുടെ അച്ഛന്റെ ഫോട്ടോ കാണുന്നു. പക്ഷേ കനകയുടെ അച്ഛനാണെങ്കിൽ കഷണ്ടിയാണ്. അത് കണ്ട് പ്രവീണാണെങ്കിലോ ആ ഒരു കാര്യം പറഞ്ഞ് അവളെ വല്ലാതെ കളിയാക്കുന്നു. എന്നിട്ട് ക്ലാസ്സിലുള്ള മുഴുവൻ ബോയ്സിനെയും വിളിച്ചു ചേർത്തിട്ട്, നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കണോ എങ്കിൽ ദേ ഇവളുടെ അച്ഛന്റെ തലയിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞാണ് അവർ കളിയാക്കി ചിരിക്കുന്നതും. അതൊന്നും കനകയ്ക്ക് സഹിച്ചില്ല. അവൾ അവിടെ ഇരുന്ന് കരയുവാനായും തുടങ്ങി. അതേ സമയമായിരുന്നു സാറ് ക്ലാസ്സിലേക്ക് വന്നതും. സാറ് വന്നപ്പോഴും കനക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും കനക ഇത് സാറിനോട് പറയും. ഇതാകെ പ്രശ്നമാകും. നിനക്ക് എന്തായാലും ടി.സി കിട്ടും. നീ ഈ സ്കൂളിൽ നിന്ന് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരവനെ പേടിപ്പിക്കുന്നു. അയ്യോ, ഇവളിനി ഈ ഒരു കാര്യമൊക്കെ സാറിനോട് പറഞ്ഞാൽ തന്റെ കാര്യം എന്താകുമെന്ന് പ്രവീൺ ചിന്തിച്ചിരിക്കുകയാണ്. കനക കരയുന്ന കാര്യം എന്താണെന്ന് സാർ അന്വേഷിക്കും. എന്നാൽ എഴുന്നേറ്റ കനക എന്താണ് പറയുവാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് പ്രവീൺ. പക്ഷേ കനക പറഞ്ഞത് തനിക്ക് നല്ല തലവേദന, മെഡിക്കൽ റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അത് കാണുന്ന പ്രവീണാണെങ്കിൽ എന്തുകൊണ്ട് ഇവൾ തന്റെ പേര് പറഞ്ഞില്ല എന്ന് ചിന്തിക്കും. മാത്രമല്ല തന്നെ അങ്ങനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ പ്രവീൺ അവളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൻ കനകയോട് സംസാരിക്കുവാനായിട്ടും കൂട്ടുകൂടുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. മാത്രമല്ല ഈ കനകയാണെങ്കിൽ ഒരു വെജിറ്റേറിയനാ. അവൾക്കാണെങ്കിലോ നോൺ വെജ് ബിരിയാണി കഴിക്കണമെന്ന് നല്ല ആഗ്രഹവും. ഒരു ദിവസം
അവർ രണ്ടുപേരും നല്ല കൂട്ടായത് കൊണ്ട് തന്നെ പ്രവീൺ അവൾക്ക് നോൺ വെജ് ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നു. അവൾക്കും ഒരുപാട് സന്തോഷമായി. ഇവർക്കിടയിലുള്ള ആ ഒരു ബോണ്ടിങ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം അവരുടെ സ്കൂളിലെ കറസ്പോണ്ടന്റ് മരണപ്പെട്ടു പോയി. അന്നേ ദിവസം ഉച്ചവരെ മാത്രമേ ഇവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉടനെ തന്നെ പ്രവീണിന് ഒരു ഐഡിയ തോന്നുന്നു. പ്രവീൺ നേരെ കനകയ്ക്കടുത്തേക്ക് എത്തിയിട്ട്, എന്റെ അമ്മയുടെ പിറന്നാളായിന്ന്, ഞാനൊരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. നീയും വരുമോ എന്ന് കനകയോട് ചോദിക്കുന്നു. പിന്നെന്താ, ഞാനും വരാലോ. ഞാൻ മാത്രമല്ല, നമുക്ക് മുഴുവൻ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് പോകാമെന്നും കനക പറയുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. സത്യത്തിൽ അമ്മയുടെ പിറന്നാളൊന്നും ആയിരുന്നില്ല. വെറുതെ പ്രവീൺ പറഞ്ഞതാ എങ്ങനെയെങ്കിലും കനകയൊന്ന് വളയ്ക്കണം അതിനു വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറെ കൂട്ടുകാരൊക്കെ വീട്ടിലേക്ക് പോകുന്നു. കനകയോട് എന്റെ അച്ഛനെയും അമ്മയും ഒന്ന് പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞ് പ്രവീൺ അവളെ അവിടെ വിളിച്ചു നിർത്തുകയാണ്. അതേ സമയമായിരുന്നു അച്ഛൻ അവിടേക്ക് വരുന്നത്. ഇന്ന് ആരുടെ പിറന്നാളാ, ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പ്രവീൺ അച്ഛനടുത്തേക്ക് എത്തിയിട്ട്, ഇന്ന് അമ്മയുടെ പിറന്നാളല്ലേ, അച്ഛൻ മറന്നുപോയോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛന്റെ കാര്യം മനസ്സിലായി, അവൻ കള്ളമാണ് പറയുന്നെന്ന്. അച്ഛനും അവിടെ നിന്ന് അഭിനയിക്കുവാനായും തുടങ്ങി. ആ ശരിയാ, ഇന്ന് പിറന്നാളല്ലേ, ഞാൻ ഇവൾക്കൊന്ന് സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷേ മറന്നുപോയി. എന്തായാലും നീ കേക്ക് കട്ട് ചെയ്തത് നന്നായെന്നൊക്കെ അച്ഛൻ പറയുന്നു. ഇത് ആരായെന്ന് കനകയെ പറ്റി ചോദിക്കുമ്പോഴോ ഇതെന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പ്രവീൺ പരിചയപ്പെടുത്തുന്നു. അച്ഛന് കാര്യം പിടികിട്ടി. അച്ഛൻ ഉടനെ തന്നെ നേരം ഇരുട്ടുന്നതിന് മുൻപ് ഈ കുട്ടിയെ ഓട്ടോ കയറ്റി വിടുവാനായിട്ടും പ്രവീണിനോട് പറയുന്നു. അങ്ങനെ പ്രവീണാണെങ്കിലോ കനകയെ ഓട്ടോ കയറ്റി വിടുവാനായിട്ട് താഴേക്ക് വരികയാ. പ്രവീണിന് തന്റെ പ്രണയം കനകയോട് പറയണമെന്നുണ്ട്, പക്ഷേ നടക്കുന്നതേയില്ല. അതുപോലെ തന്നെ കനകയ്ക്കും ചെറിയൊരു ഫീലിങ്സ് ഉണ്ട്. തന്റെ മനസ്സിലുള്ള ഇഷ്ടവും പ്രവീണിനോട് തുറന്നു പറയണം എന്ന മട്ടിലാണ് കനകയും ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ പ്രണയം തുറന്നു പറയാൻ കഴിയാതെ കനക ഓട്ടോയിൽ കയറിപ്പോകുന്നു. പ്രവീണിന്റെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ആനുവൽ ഡേ ഫംഗ്ഷൻ വരികയാണ്. പ്രവീണും കൂട്ടരും ഡാൻസ് കളിക്കുവാനായും ചേർന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സിദ്ധാർത്ഥ് എന്നൊരു പയ്യന് പ്രവീണുമായിട്ട് നല്ല ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡാൻസ് കളിക്കുവാനായിട്ട് പ്രവീണിനെയും കൂട്ടരെയും അനുവദിക്കുന്നതേയില്ല. സിദ്ധാർത്ഥ് അവരെ പെർഫോം ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ആനുവൽ ഡേ ദിവസം സിദ്ധാർത്ഥിനെയും കൂട്ടരെയും പ്രവീണും കൂട്ടരും ചേർന്ന് ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രവീണും കൂട്ടരും നേരെ സ്റ്റേജിൽ കയറി അവരുടെ ഡാൻസ് പെർഫോം ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം സിദ്ധാർത്ഥ് അറിയുന്നു. പ്രവീണും കൂട്ടരുമാണ് തങ്ങളെ ലോക്ക് ചെയ്തതെന്നറിഞ്ഞ് സിദ്ധാർത്ഥ് എത്തി പ്രവീണുമായിട്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കനക അതിലേക്ക് ഇടപെട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നു. പ്രവീൺ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാ. കാരണം തനിക്ക് വേണ്ടിയിട്ട് കനക സംസാരിക്കുകയാണല്ലോ. പ്രവീണിനോട് കൂട്ടുകാർ പറയുന്നത്, കനക നിനക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ, ഇത്രയും നാൾ നീ പ്രണയിച്ചതൊക്കെ വെറും ടൈം പാസ് ആണ്. എന്നാൽ നിന്റെ ലൈഫിലെ യഥാർത്ഥ ലവ് അത് കനകയാണ്, നീ അത് മനസ്സിലാക്കണം. ഫെയർവെൽ ദിവസം നീ അവളെ പ്രപ്പോസ് ചെയ്യണമെന്നും കൂട്ടുകാരവനെ ഉപദേശിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ ഫെയർവെൽ ദിവസമാണ് കാണിക്കുന്നത്. കനകയെ പ്രപ്പോസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പേടിച്ച് വിറച്ചെത്തുകയാണ് പ്രവീൺ. പ്രവീൺ കനകയെ പ്രപ്പോസ് ചെയ്യുന്നു. പ്രവീൺ പ്രപ്പോസ് ചെയ്യുമ്പോൾ കനക അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പ്രവീൺ കരുതിയിരുന്നത്. പക്ഷേ അവിടെയാണ് അവന് തെറ്റിയത്. കനക യഥാർത്ഥത്തിൽ അവന്റെ പ്രപ്പോസൽ സ്വീകരിച്ചില്ല. ഞാൻ നിന്നെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്, പക്ഷേ നീ എന്നെ ഇതുപോലെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന് പറഞ്ഞ് കനക അവിടെ നിന്ന് പോകുന്നു. കനക തന്നെ റിജക്റ്റ് ചെയ്തതോർത്ത് പ്രവീൺ ആകെ പൊട്ടിക്കരയുകയാണ്. അവന്റെ കൂട്ടുകാരും അവനടുത്തേക്ക് എത്തുന്നു. അവരുടെ കൂട്ടത്തില് ഒരു ബബുലു എന്നൊരു പയ്യനുണ്ട്. ആ പയ്യന്റെ മുഖമാണെങ്കിൽ വീങ്ങിയിരിക്കുന്നത് പ്രവീൺ ശ്രദ്ധിക്കുന്നു. ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ സിദ്ധാർത്ഥ് നമ്മളെല്ലാവരും ചേർന്ന് അവനെ റൂമിൽ ലോക്ക് ചെയ്തതിന്റെ ദേഷ്യത്തിൽ അവൻ എന്നെ പിടിച്ചുകൊണ്ടുപോയി തല്ലിയെന്നും ബബുലി പറഞ്ഞ് കരയുന്നു. അത് കേട്ട് പ്രവീണിന് വല്ലാതെ ദേഷ്യം വരുന്നു. ഒന്നാമത് കനക റിജക്റ്റ് ചെയ്തതിന്റെ ദേഷ്യവും അവന്റെ മനസ്സിലിരിക്കുക. അതെല്ലാം നേരെ സിദ്ധാർത്ഥിനടുത്തെത്തി അവന് മേലക് തീർത്തു. വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അവസാനം പ്രവീണിനെയും കൂട്ടരെയും എല്ലാവരെയും പ്രിൻസിപ്പാൾ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. സിദ്ധാർത്ഥിന്റെ അമ്മയാണെങ്കിലോ ഇതുപോലൊരു റൗഡിയാണോ നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അവനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും ഒക്കെ പ്രശ്നമുണ്ടാക്കുന്നു. ഉടനെ തന്നെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ പ്രവീണിന്റെ അമ്മയെ വിളിച്ചു വരുത്തുകയാണ്. പ്രവീണിന്റെ അമ്മയോട് പ്രവീൺ ചെയ്ത കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അവന് TC കൊടുക്കുവാനായും പോകുന്നെന്ന് പറഞ്ഞതോടുകൂടി അമ്മ പ്രിൻസിപ്പാളിന്റെ കാലിൽ വീണ് കെഞ്ചുന്നു. എത്ര തന്നെ കെഞ്ചിയിട്ടും പ്രിൻസിപ്പാൾ കേൾക്കുന്നതേയില്ല. എന്നാൽ ഉടനെ തന്നെ അമ്മ മയങ്ങി വീഴുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പോഴോ അമ്മയ്ക്ക് മൈൽഡ് അറ്റാക്ക് വന്നിരിക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു. ഇതറിയുന്ന അച്ഛന് പ്രവീണിനോട് വല്ലാതെ ദേഷ്യമാവുകയാണ്. കാരണം അവന്റെ ആ ഒരു പ്രവൃത്തി കൊണ്ടല്ലേ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിരിക്കുന്നതും. അമ്മയുടെ ഹാർട്ട് നല്ല വീക്കാണ്, സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാമെന്നും ഡോക്ടർ പറഞ്ഞതോടുകൂടി അച്ഛൻ അവനെ പൂർണ്ണമായും വെറുക്കും. പഠിക്കാൻ വിട്ടിട്ട് അവൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കി വന്നത് കൊണ്ടാണല്ലോ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിരിക്കുന്നതും. അത് കാരണം അച്ഛൻ അവനെ വെറുത്ത് എല്ലാവരുടെയും മുന്നിലിട്ട് അവനെ തല്ലുകയും ചെയ്തു. അതോടുകൂടി പ്രവീൺ ആകെ തകർന്നു പോവുകയാണ്. അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ
ഹോസ്പിറ്റലിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛനായിരുന്നു. അടുത്ത ദിവസം മുതൽ സ്കൂളിലേക്ക് എത്തുകയാണ് പ്രവീൺ. വല്ലാതെ സങ്കടത്തോടു കൂടിയാണ് അവൻ സ്കൂളിലേക്ക് എത്തുന്നത്. പ്രിൻസിപ്പൾ അവനോട് പ്രത്യേകം പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു തവണത്തേക്ക് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നന്നായിട്ട് പഠിച്ച് ബോർഡ് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുവാനായിട്ടും അവനോട് പറഞ്ഞിട്ടാണ് അവനെ ക്ലാസ്സിലേക്ക് കയറ്റുന്നതും. ക്ലാസ്സിൽ അവൻ വല്ലാതെ സങ്കടത്തിൽ വരുന്നതെല്ലാം കനക ശ്രദ്ധിക്കുന്നുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന പ്രവീണിന്റെ അടുത്തേക്ക് കനക എത്തുകയാണ്. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്. പെട്ടെന്ന് നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല, നീ എന്നെ അങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെയാ നിന്നോട് എസ് പറയേണ്ടത്? നീ നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുമോ? ഇല്ലല്ലോ. എന്തെല്ലാം പ്രശ്നമുണ്ടാക്കി. ഒരു കാര്യം ചെയ്യാം, നീ +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിന്റെ പ്രണയം ഞാൻ അക്സെപ്റ്റ് ചെയ്യാമെന്നും കനക പറഞ്ഞിട്ട് പോകുന്നു. അത് കേട്ട് കൂട്ടുകാരും അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പ്രവീണാണെങ്കിലോ നന്നായിട്ട് പഠിക്കുവാനായും തീരുമാനിക്കുന്നു. പക്ഷെ അച്ഛൻ ഇതുവരെയും പ്രവീണിനോട് മിണ്ടിയിട്ടേയില്ല. അമ്മ അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്കും വരുന്നുണ്ട്. പ്രവീൺ വീട്ടിലിരുന്ന് പഠിക്കുന്നതെല്ലാം അമ്മ ശ്രദ്ധിക്കും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവൻ ഈയിടെയായിട്ട് നല്ലോണം പഠിക്കുന്നല്ലോ എന്നൊക്കെ അമ്മ അച്ഛനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബോർഡ് എക്സാമിന്റെ ദിവസം എത്തി. ഹോൾ ടിക്കറ്റും എടുത്ത് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് നെഞ്ചുവേദന വരികയാണ്. നീ എന്തായാലും എക്സാം എഴുതുവാൻ പൊയ്ക്കോ, ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അമ്മ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കുവാൻ കൂട്ടാകാതെ പ്രവീൺ തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്നു. എക്സാമിന് ടൈം ആകാറായി. വിവരമറിഞ്ഞ അച്ഛനും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ചെക്ക് ചെയ്ത ഡോക്ടർ ഇത് വെറും ഗ്യാസാണ്, അല്ലാതെ വേറെ പ്രശ്നമില്ല എന്നും ഡോക്ടർ പറയുന്നു. എന്നാൽ അമ്മ അച്ഛനോട് പറയും, ഇവന് എക്സാമിന്റെ ടൈമായി, എത്രയും വേഗം ഇവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നും അച്ഛനോട് പറയും. അത്രയും ദിവസമായിട്ടും അച്ഛൻ അവനോടൊന്നും മിണ്ടിയിട്ടേയില്ല. എന്നാൽ അവന്റെ എക്സാം ആയി എന്ന് അറിഞ്ഞതോടുകൂടി അച്ഛൻ അവനോട്, പ്രവീണെ വാ, ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നു. അവൻ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയം തന്നെ, നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട, നന്നായിട്ട് എക്സാം എഴുതണമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്താണ് എക്സാം ഹാളിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പ്രവീണാണെങ്കിലോ എക്സാം ഹാളിലേക്ക് എത്തി എക്സാം എഴുതുവാനായും ഇരിക്കുന്നു. അവനാണെങ്കിൽ ആകെ വിറയൽ തന്നെ. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും അവന് ആകെ ടെൻഷൻ. ആ ഒരു സീൻ അവിടെ കട്ടായി എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് കാണിക്കുന്നത്. പതിവ് പോലെ അമ്മ രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുകയാണ്. പൂജ ചെയ്ത് നാരങ്ങ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി അത് പ്രവീണിനും കൊടുക്കുന്നു. എല്ലാ തവണയും പ്രവീൺ ആ ഒരു ജ്യൂസ് വാങ്ങി കുടിക്കുന്നത് പതിവല്ല. പക്ഷേ ഇത്തവണ അവൻ ആ ജ്യൂസ് വാങ്ങി കുടിക്കും. മാത്രവുമല്ല, അമ്മ അവന് വേണ്ടിയിട്ട് തയ്ച്ച ഷർട്ടും ഇട്ടുകൊണ്ടാണ് റിസൾട്ട് നോക്കുവാനായിട്ടും പോകുന്നത്. കൂടെ അവന്റെ അച്ഛനും അമ്മയും ഉണ്ട്. 3 പേരും കൂടി സ്കൂളിലേക്ക് എത്തുകയാണ്. സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് അച്ഛനും അമ്മയും കാണുന്ന കാഴ്ച, സ്കൂളിലെ ബാനറിൽ പ്രവീണിന്റെ ഫോട്ടോ വന്നിരിക്കുന്നു. ഫോട്ടോ വരാനും വേണ്ടി നീ തോറ്റുപോയോടാ എന്ന് അമ്മ ചോദിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന മറ്റു പാരന്റ്സ് എല്ലാവരും വന്ന് പ്രവീണിനെ അഭിനന്ദിക്കുന്നത്. കാരണം എന്തെന്നാൽ പ്രവീൺ എക്സാമിന് പാസ്സായി. 9ാമത്തെ റാങ്ക് വാങ്ങിയാണ് അവൻ പാസ്സായിരിക്കുന്നതും. അതറിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയം തന്നെ കനക പ്രവീണിന്റെ അടുത്തേക്ക് വരികയാണ്. പ്രവീണെ, എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയും നന്നായിട്ട് പഠിച്ച് 9ാമത്തെ റാങ്ക് വാങ്ങിയില്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോഴാണ്, നിനക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് പ്രവീൺ ഒരു കാര്യം പറയുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്നേ ദിവസം പ്രവീണാണെങ്കിൽ കനക അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തിയ സമയം അവിടേക്ക് അച്ഛനും പതിവ് പോലെ കുടിച്ചിട്ട് വരികയാണ്. അച്ഛൻ കുറച്ചു കാര്യം പ്രവീണിനോട് പറയുന്നു. സത്യത്തിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ബിസിനസ് എനിക്ക് ചെയ്യാൻ കഴിയാത്തത്. മാത്രമല്ല, എൻ്റെ വീട്ടുകാർക്കൊന്നും എന്നെ ഒട്ടും ഇഷ്ടമേ അല്ല. എല്ലായിടത്തും ഞാൻ അപമാനിക്കപ്പെട്ടത് എനിക്ക് വിദ്യാഭ്യാസമില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. പക്ഷേ നിന്റെ അമ്മ ഒരാൾ മാത്രമാണ് എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ജീവിക്കുന്നത്. അവൾ എന്നെ പ്രണയിച്ചത് കൊണ്ടാണ് അവൾ ഇന്നും എന്നെ നല്ല രീതിക്ക് സ്നേഹിച്ചു കൊണ്ടുപോകുന്നതും. ആരും എന്നെ അംഗീകരിച്ചിട്ടില്ല, പക്ഷേ നിന്റെ അമ്മ മാത്രമാണ് എന്നെ അംഗീകരിച്ചത്. എന്നിലുണ്ടായിരുന്ന അതേ വിശ്വാസം തന്നെയാണ് നിന്റെ അമ്മയ്ക്കിപ്പോൾ നിന്നോടുള്ളത്. ആ ഒരു വിശ്വാസം നീ തകർക്കരുത്. നീ നന്നായിട്ട് പഠിക്കണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള രീതിയിൽ അച്ഛൻ അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു. അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെയാണ് അവൻ പഠിക്കുവാനായും ആരംഭിച്ചത്. ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രവീൺ കനകയോട് തുറന്നു പറയുന്നു. എന്നാൽ കനകയാണെങ്കിൽ തന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയുവാനായി വരുന്ന സമയം തന്നെയായിരുന്നു, സത്യത്തിൽ ഞാൻ ഈ ഒരു എക്സാമിന് ഫെയിലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ സ്വീകരിക്കില്ലായിരുന്നു അല്ലേ? എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയല്ല. അവർ ഞാനിപ്പോൾ തോറ്റുപോയി കഴിഞ്ഞാൽ 2 ദിവസം അവർ സങ്കടപ്പെടും. 3ാമത്തെ ദിവസം പോട്ടെ, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് അവരെന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നിനക്ക് കഴിയില്ലല്ലോ. ഞാൻ ഇനി മുതൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ജീവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. കനക സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും അടുത്തേക്ക് എത്തി പ്രവീൺ അവരെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം? അതിന് മറുപടിയായിട്ട്, നീ ഒരു IAS ഓഫീസർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും അമ്മ പറയുന്നു. എങ്കിൽ ശരി, IAS ഓഫീസർ എങ്കിൽ IAS ഓഫീസർ,
നമുക്ക് നോക്കാമെന്ന് അവനും പറയുകയാണ്. അതോടുകൂടി അച്ഛനും അമ്മയും പ്രവീണും ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.